ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മുൻപിലൊരു വീഡിയോ പറഞ്ഞ പോലെ ഞാനൊരു ബേക്കിംഗ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടെടുത്ത വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ വീഡിയോ മിസ് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഹോപ്പ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ഓൾ ദ വ്യൂവേഴ്സ്. ചെറിയുടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതുപോലെ എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറീസ് ഇട്ട് കൊടുക്കാം. എല്ലാ പോർഷനും നന്നായിട്ട് വെറ്റായിട്ട് കിട്ടണം കേട്ടോ. സ്പഞ്ച് നമ്മൾ ഫുള്ളായിട്ട് നനക്കണം. ഇതാണ് പാലറ്റ് നൈഫ് എന്ന് പറയുന്നത്. പാലറ്റ് നൈഫ് കൊണ്ട് എന്ത് ചെയ്യാം, ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ളത് ഒന്ന് റൗണ്ട് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കേക്ക് ആയതുകൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഫില്ലിങ്സ് കൊടുക്കുന്നത്. ചോക്കോ ചിപ്പ് ഇട്ട നിങ്ങൾക്ക് ചോക്കോ ചിപ്പ് ഇടാം. കൊടുത്തോ. നമ്മളിത് കേക്ക് ഓരോ ലെയർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാന്നറിയോ, സൈഡൊക്കെ കറക്റ്റ് ചെയ്തിട്ട് തന്നെ വെക്കണം. ഒരു ഭാഗം താണിട്ട് ഒരു ഭാഗം പൊന്തിട്ടൊന്നും നിൽക്കാൻ പാടില്ല. കുറച്ചും കൂടി വെയിറ്റ് കൂടുതലുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ക്രംസിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കേക്ക് കാണാൻ ഭംഗി ഉണ്ടാവില്ല. ലാസ്റ്റ് നമ്മൾ കോട്ട് ചെയ്ത് കഴിയുമ്പോൾ ക്രംസ് ഒക്കെ നമ്മൾ പുറത്തോട്ട് കാണും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ക്രം കോട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു തിൻ ലെയർ മാത്രമാണ് ഇതിൽ കൊടുക്കുന്നത്. കണ്ടോ, ക്രംസ് മേലത്തേക്ക് വരുന്നുണ്ടോ? ഇതുപോലെ തന്നെ നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്രംസ് വരും. അപ്പം നമ്മുടെ കേക്കായി. വെക്കണം. ഏറ്റവും സിമ്പിളായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ കാണുന്ന ഡിസൈനാണിത് അല്ലേ? ഒന്നും ആർക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ചെറിയ എടുക്കുക, കട്ട് ചെയ്യുക, വെക്കുക. സ്ട്രെയിൻ ഇല്ല, അല്ലെങ്കിൽ നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു.